സദ്യയ്ക്ക് വിളമ്പുന്ന ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു തൈര് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മാങ്ങ അരിഞ്ഞ് 1/2 ടീസ്പൂൺ ഉപ്പിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുകും പിന്നെ 2 വറ്റൽമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത്. ഇതിലോട്ട് 1/2 ടീസ്പൂണും കൂടി ഉപ്പിടാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ള് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഈ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 200 ml തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ, കാരണം മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് തൈരിന് പുളി കാണരുത്. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് 1/2 മണിക്കൂർ നേരം ഒന്ന് വെച്ചാൽ മതി. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഈ തൈര് ചേർത്ത് ചെയ്യുന്നതായതുകൊണ്ട് ഒരു മാങ്ങയൊക്കെ എടുത്താൽ മതി. ഒരുപാട് മാങ്ങയിട്ട് ചെയ്യേണ്ട. ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം.